നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ പറഞ്ഞേ, എങ്ങനെയൊക്കെയാണ്? ഒരു ബിസി ടൈമിംഗ് തന്നെ പറഞ്ഞു. നമ്മുടെ മെയിൻ വരുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഫുൾ റൊട്ടീൻ ഉണ്ട്. അതായത് മെഡിറ്റേഷൻ, പിന്നെ എക്സസൈസ്, സ്ട്രെങ്തനിങ്, പ്രാക്ടീസ്, അതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഞാനും ജനയുവാണെങ്കിൽ ഒരു ഡേ അവളെങ്കിൽ ഒരു ഡേ ഞാൻ, ആ രീതിയിൽ നമ്മൾ ഫുഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഫുഡിന്റെ കാര്യം വരും, പിന്നെ ഗാർഡനിങ് വരും. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്താണെങ്കിൽ നമ്മള് പട്ടിക്കുട്ടന്മാർക്ക് ഇവിടെ ഫുഡ് വെക്കും, വീട്ടിലാണെങ്കിൽ അവർക്ക് ഫുഡ് വെക്കും. അങ്ങനെ. പിന്നെ അതിനുശേഷം ഇവിടെ ഉള്ള ദിവസം ചേച്ചിയുടെ ക്ലാസ്, നമ്മുടെ പ്രാക്ടീസ്, കൊറിയോഗ്രാഫി, ഷൂട്ട്, ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്. ഇടയ്ക്ക് മക്കൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം വരുന്നെങ്കിൽ അവരുടെ കൂടെ അവരുടെ പ്രോഗ്രാമിന്റെ സാധനങ്ങളെല്ലാം അറേഞ്ച് പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മുടെ കൊറിയോഗ്രാഫി വരുന്നുണ്ട്. അതായത് അവർക്ക് നമ്മൾ എടുക്കേണ്ട കുറച്ചെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകണം. നമ്മുടെ എടുക്കാനുള്ള വർണ്ണം, ഫോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികളുടെ ID കാർഡ്, നോട്ടീസ്, നമ്മുടെ ID കാർഡ്, ഇപ്പോഴത്തെ പണി കുറച്ച് അങ്ങനെ നോക്കണം. നമ്മൾ ചെയ്ത് രംഗപൂജ വരുവാണെങ്കിൽ അതൊക്കെ പറഞ്ഞു വന്നത് കൊണ്ട് തന്നെ കുറച്ചധികം മിനിറ്റുകൾ കടന്നുപോയിരിക്കുന്നു. ഒരു 11:30 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ കൂട്ടുകാരെ, ഇതുപോലെ മറ്റൊരു കാഷ്വൽ ചർച്ചയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.